കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ അതിരൂപത കടന്നു പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാ ദേവാലയങ്ങളിലും കടന്നുള്ള ദിവസം ഞായറാഴ്ചകളിലും ഓരോ കുർബാന വീതം സിനഡ് കുർബാന അർപ്പിക്കുന്നതിന് അഭിമന്യ പിതാക്കന്മാരും നമ്മുടെ അതിരൂപത നേതൃത്വവുമായിട്ട് തീരുമാനമെടുത്ത് അത് നടപ്പാക്കി വന്നുകൊണ്ടിരുന്നതാണ്. വൈദികര് അത് ചെയ്യാനായിട്ട് ഇടയായത് ബഹുമാനപ്പെട്ട ഡീക്കന്മാർ, നമ്മുടെ 8 ഡീക്കന്മാർ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പട്ടം സ്വീകരിക്കേണ്ട 8 ഡീക്കന്മാർക്ക് അവർക്ക് ഇതുവരെയും പട്ടം നൽകാനായിട്ട് തയ്യാറായിട്ടില്ല. അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഈ സമവായം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓരോ വിശുദ്ധ ശുദ്ധി കഴിഞ്ഞാൽ ഡീക്കന്മാരുടെ പട്ടവും കാനോനിക സമിതികളുടെ രൂപീകരണവും സാധ്യമാകുമെന്ന് നമ്മൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് നമ്മളത് നടപ്പാക്കിയത്. എന്നാൽ ഇപ്പോഴും അവർ പറയുന്നത് ഡീക്കന്മാർ അവർ സിനഡ് കുർബാന മാത്രമേ ചൊല്ലൂ എന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രമാണ് ആ ഒരു പട്ടം അവർക്ക് നൽകിയുള്ളൂ എന്നുള്ളതാണ്. 12 വർഷം അവർ വൈദിക പരിശീലനമൊക്കെ പൂർത്തിയാക്കി പട്ടമാതാപിതാക്കൾ സ്വപ്നം കണ്ടിരുന്ന അവരുടെ ഒരു ദിവസമാണ്. 9 മാസമായിട്ട് ആ ഒരു കാര്യത്തിൽ അവർക്കൊരു തീരുമാനം എത്തിയതിൽ ഒരുപാട് മാനസിക വിഷമം അവരുടെ കുടുംബവും അവരും അനുഭവിക്കുന്നു. ഈ ഒരു അവസരത്തിൽ അതിരൂപത നേതൃത്വത്തിൻ്റെ തീരുമാനമനുസരിച്ച് ഇനി ഡീക്കന്മാരുടെ പട്ടം നിർത്തുന്നതുവരെ നമ്മുടെ ദേവാലയങ്ങളിൽ സിനഡ് കുർബാന അർപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ദേവാലയത്തിലും ഇനി ഡീക്കന്മാരുടെ പട്ടം നടക്കുന്നത് വരെ സിനഡ് കുർബാന ഉണ്ടായിരിക്കുകയില്ല എന്ന് അറിയിക്കുന്നു. ഡീക്കന്മാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവർ അനുഭവിക്കുന്ന ആ ഒരു വേദനയിൽ അവരുടെ കുടുംബം കടന്നു പോകുന്ന മാനസിക വേദനയിൽ നമുക്ക് മുൻകൂർ അവർക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം